സേതുണ്ണ സംഗതി സക്സസ്. ഇനി അണ്ണൻ ആ വീട് കൈവിട്ടു പോവില്ല. എഗ്രിമെന്റ്. ഇതാ. ഇതെന്താ രമേശേട്ടാ? ഇത് വീടിന് സേതു അണ്ണ അഡ്വാൻസ് കൊടുത്ത എഗ്രിമെന്റാ. കാണിച്ച്. ഇത് സിറ്റിയിൽ സേതു അണ്ണൻ കണ്ടുവച്ചിരുന്ന വീടിന് 50 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. അല്ലേ സേതു അണ്ണ? അമ്മ കേട്ടോ? ഇപ്പൊ മനസ്സിലായില്ലേ കാശാല എടുത്തെന്ന്? എന്താ വെറുതെ? സേതു അണ്ണ ഏത് കാശാ എടുത്തത്? അമ്മയുടെ അലമാരിൽ വെച്ചിരുന്ന 50 ലക്ഷം രൂപ അമ്മ അറിയാതെ സേതുവേട്ടൻ എടുത്തിട്ടാ ഈ വീടിന് അഡ്വാൻസ് കൊടുത്തത്. എടുത്തില്ലല്ലേ? എന്ത് ചതിയാടാ നീ എന്നോട് ചെയ്തത്? നീ ഒരു കാലത്തും നന്നാവില്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണിത്. നീ ഒന്നും എന്നിട്ട് അവൻ 50 ലക്ഷം രൂപ ഒന്നും വേണ്ടല്ല, ഒന്നിട്ടില്ല 50 ലക്ഷം രൂപ എടുത്തേക്കുന്നത്. നിന്നെയൊക്കെ ഉണ്ടല്ലോ പണ്ടും നിന്റെ സ്വഭാവം ഇതുപോലെ തന്നെയായിരുന്നു. എടാ നീ നന്നായെന്ന് വിചാരിച്ചാടാ എന്റെ തെറ്റ്. കുടുംബം നോക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന മഹാഭാവിയായി പോയില്ലേടാ നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് ജനിച്ചല്ലോ എന്റെ ഈശ്വര. നല്ലതുകൊണ്ടല്ലേ കാശ് എടുത്തത്? നീയൊക്കെ മിണ്ടരുത്. നീ എന്റെ വീട്ടിൽ നിൽക്കണ്ട. മാറി നിൽക്കുന്ന വേഷം അങ്ങോട്ടാ. എന്താ കാണിച്ചു കൊടുത്തത്? എന്നെ കണ്ണിന്റെ മുന്നിൽ കണ്ടുപോരുത്. വിളിച്ചോണ്ട് പോടിയാണ്. വിളിച്ചോണ്ട് പോ. നീ അഡ്വാൻസ് കൊടുത്ത വീടില്ലേ? ഇനി നീ അവിടെ പോയി താമസിക്ക. ഇറങ്ങി പോക്കോ. മര്യാദക്ക് ഇവിടെ ഇറങ്ങിക്കോണം. എനിക്ക് ആരെയും കാണണ്ട. എന്ത് ചതിയാ സേതുട്ടെ കാണിച്ചേ? അതും സ്വന്തം കുടുംബത്തിൽ തന്നെ. അയ്യോ വേണ്ട മായേ, നിന്റെ ഈ നാടകമൊന്നും ഇവിടെ വേണ്ട. നീ അറിയാതെ ഒരിക്കലും സേതു ആ വീടിന് പൈസ കൊടുക്കത്തില്ല. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അയ്യോ എനിക്കൊന്നും കേക്കണ്ട മായേ, കേക്കണ്ട. മര്യാദക്ക് അവനോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ. ഇറങ്ങി പോടാ. മായേ, എനിക്കിവിടെ ആരുടെയും കണ്ണീരല്ല കാണേണ്ടത്. ഇതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വെച്ചേക്കുന്ന കാശ. അതെനിക്ക് കിട്ടണം. അതേതവനെടുത്താലും. നമുക്ക് ആ കാശ് സേതുവിനെ കൂടി തിരികെ മേടിപ്പിക്കാം അമ്മേ. വേണ്ട മായേ, നിങ്ങളുടെ ഈ നാടകങ്ങളൊന്നും ഇവിടെ വേണ്ട. നീ അറിയാതെ ഒരിക്കലും പൈസ എടുത്ത് സേതു കൊടുക്കില്ല. എന്താ അമ്മ ഈ പറയുന്നേ? അതെ മായേച്ചി, അമ്മ പറഞ്ഞത് തന്നെയാ സത്യം. ഇത് മായേച്ചി സേതുവിനും അറിഞ്ഞോണ്ടുള്ള കളി തന്നെയാ. ചേച്ചി വിട്. എന്നാലും മായേച്ചിയുടെ അടുത്തുനിന്ന് ഇങ്ങനെയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല മായേച്ചി. ഞങ്ങളോടെങ്കിലും മായേച്ചിക്ക് ഒരു വാക്ക് പറയായിരുന്നു.
മായ ഒന്നും പറയണ്ട, മായ ഒന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ മായച്ചി മാത്രം വെള്ളപൂശ നോക്കണ്ട. അമ്മേ, നീ പറയുന്ന വാക്കുകളൊന്നും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. എന്തിനു തിരിച്ചെടുക്കണം? ഞാൻ അതിന് ഇല്ലാത്തതൊന്നും പറയില്ലല്ലോ. എന്റെ മുറിക്കകത്തുനിന്ന് എടുത്ത കാശ് തിരികെ കിട്ടാതെ അത് എടുത്തവൻ ആരാണെങ്കിലും എന്റെ മുന്നിൽ വരണ്ട. അമ്മ, എന്നെ ഒന്ന് വിശ്വസിക്കാമേ, ഞാൻ ഒരിക്കലും അറിഞ്ഞതല്ല. മായച്ചി സേതുടനും പലയിടത്ത് നിന്ന് കുശുകുശുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അമ്മേ. അതൊക്കെ ഈ കാശിനെ കുറിച്ചായിരിക്കും. ഇതാണ് അമ്മേ പലരുടെയും സ്വഭാവം. എത്ര നല്ലവരാണെന്ന് നമ്മൾ വിചാരിക്കുന്നവരും പണം കണ്ടാൽ സ്വയം മറക്കും. വരത്തെ, നിങ്ങളെല്ലാം എന്തറിഞ്ഞിട്ടാ മായേട്ടത്തിയെ കുറ്റം പറയുന്നത്? മായേട്ടത്തി ഒന്നും അറിഞ്ഞില്ലെന്നല്ലേ പറയുന്നത്? രമേശേട്ടനോട് പോലും സേതുടനെ കാശ് എവിടുന്നാന്ന് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. ഞാൻ കരുതി അമ്മയുടെ ഷെയർ ഒന്ന് എടുത്തായിരിക്കും. എങ്ങനെയായാലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ എടുത്തത്. വേണ്ട രമേശ്, എനിക്ക് വേണ്ടി ആരും വാദിക്കണ്ട. അമ്മ, എനിക്കിപ്പോ അറിയണം, അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല മായച്ചി, ഈ കാര്യത്തിൽ അമ്മയ്ക്കെന്നല്ല ഇവിടെ ആർക്കും മായച്ചി ഒരു വിശ്വാസവും ഇല്ല. സേതുട്ടി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മതി അമ്മ, എനിക്ക് തൃപ്തിയായി. അതിന് നീ എന്തിനാ ഇങ്ങനെ യാചിക്കുന്നത്? കാശിക്കുന്നവര് നാളെ പോവും. ഓഹോ, അപ്പൊ നാളെ വരുന്നവരോട് നീ സമാധാനം പറയോ? നീ സമാധാനം പറയോ? അവൻ എന്ത് വർത്താനാണെന്ന് പറയുന്നത്? അമ്മേ, വേണ്ട വന്നേ. രമേശ, എന്നെ കൺമണിന്ന് അവനെ വിളിച്ചോണ്ട് പോ. വാ മായ, വാ. ഇനി പരിഹാസം കേൾക്കാണ്ട് ഇവിടെ നിൽക്കണോ? നീ വിളിച്ചോണ്ട് പോണവനെ. വരാൻ ഇങ്ങോട്ടും. ആ, പോ അങ്ങോട്ട്. വിടേ എന്നെ. ഇനി ആ മുത്തുരാജനോട് ഞാൻ എന്നാ പറയാ? എന്താ സേതുട്ട കാരണം ഞാനും കൂടി കള്ളിയായില്ലേ? എന്തിനാ സേതുട്ട ഇങ്ങനെ ഒരു ചതി ചെയ്തേ? ആ വീട് പോയ പോട്ടേന്ന് വെക്കണമായിരുന്നു. ഇപ്പൊ എല്ലാവരുടെ മുന്നിലും നാണം കിട്ടില്ലേ? അമ്മയുടെ വസ്തുവിന്റെ കച്ചവടം ഉടനെ നടക്കുമല്ലോ. അപ്പൊ നമുക്കുള്ള വീതം കിട്ടുമ്പോ ആ കാശ് ഉടനെ തിരിച്ചു കൊടുക്കാന്നാണ് ഞാൻ കരുതിയത്. അവസാനം ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ കരുതിയില്ല. അണ്ണ എന്നോട് പോലും സത്യം പറഞ്ഞില്ലായിരുന്നു. ഞാൻ കരുതി എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് അണ്ണൻ വീടിനും വസ്തുവിനും അഡ്വാൻസ് കൊടുത്തെന്ന്. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല രമേശ. നല്ലൊരു വല്ലാത്തൊരു വിധിയായിപ്പോയി. എന്തായാലും ഈ കാശ് തിരികെ കൊടുക്കാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവത്തില്ല. നാളെ ആ മുത്തരാജനും മുരുകനും വരുമ്പോ അവര് കാശ് എവിടെ നിന്നെടുത്ത് കൊടുക്കും? എനിക്കറിയത്തില്ല മായ. വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല, ഇനി എങ്ങോട്ടാന്ന് കൂടി പറ. വെളിച്ചിന് വീട്ടിലോട്ട് പോയാലോ? ഞാൻ അവിടേക്ക് വരില്ല. വെറുതെ എന്തിനാ അവരെ കൂടി പറയിപ്പിക്കുന്നത്? വെളിച്ചിന് അവിടെ ഇല്ലാത്തല്ലേ? നീ വാ മായ. ഞാൻ ഇല്ലെന്നല്ലേ പറഞ്ഞേ. പിന്നെ എവിടെ പോയാ നിന്റെ തീരുമാനം? എല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ. എങ്ങോട്ടാ പോയേണ്ടത് കൂടി ആലോചിക്ക. അണ്ണാ, ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. സ്ഥലവും സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും എനിക്കൊരു കൊച്ചു വീടുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരാം. നിങ്ങൾ വരുന്ന എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആദ്യം നമുക്ക് വീട്ടിൽ പോകാം, പിന്നെ എന്താ വേണ്ടതെന്ന് ആലോചിക്കാം. അതൊന്നും വേണ്ട, ശരിയാകത്തില്ല. പിന്നെ എവിടെ പോകാനണ്ണ? വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ അണ്ണനും മായേട്ടെത്തിയും പോവാ. അല്ലെങ്കിൽ ഞാൻ ഭാവന സിസ്റ്റർ വിളിക്കട്ടെ? അതൊന്നും വേണ്ട, ഭാവന അറിഞ്ഞ എന്നെ വഴക്കുറയത്തുള്ളൂ. അപ്പൊ അതറിയാല്ലേ? എന്തായാലും വാ മായ, അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് രമേശിന്റെ വീട്ടിലോട്ട് തന്നെ പോവാം. നീ വാ. പോവാമായിട്ടെത്തി വീട്ടിലേക്ക് പോവാം. വെറുതെ ഇവിടെ നിന്ന് പ്രശ്നം വഷളാക്കണ്ട. അതെ മായ, തൽക്കാലം നമുക്കിന്ന് രമേശിന്റെ വീട്ടിൽ കഴിയാം. ആവശ്യമില്ലാതെ വാശി പിടിക്കണ്ട. ഇവിടുത്തെ അവസ്ഥ നീയും കണ്ടതല്ലേ. നമുക്ക് അങ്ങോട്ട് പോവാം. വാ.
വാ അണ്ണ. കുറച്ചടുത്താ, നമുക്ക് നടക്കാവുന്നേ ഉള്ളൂ.